മനുഷ്യ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട് സോഷ്യൽ മീഡിയ ഇളക്കി മറിച്ചുകൊണ്ട് ഐശ്വര്യ റായിയുടെ ക്യാനിലെ ലുക്ക് വളരെ ചർച്ചയാവുകയാണ്. എല്ലാവരും ഐശ്വര്യ റായി പോലും അറിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല, പക്ഷെ സോഷ്യൽ മീഡിയ വളരെ കാര്യമായി തന്നെ അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മെയിനായിട്ട് പറയുന്നത് ഐശ്വര്യ റായിയുടെ നെറ്റിയിൽ വളരെ വ്യത്യസ്തമായി കാണപ്പെട്ട സിന്ദൂരം, അത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായിട്ട് അതിനോടുള്ള ഒരു ഐക്യദാർഢ്യം അല്ലെങ്കിൽ അതിനോടുള്ള ഒരു ആദര സൂചകമായിട്ടാണ് അത് അണിയിച്ചിട്ടുള്ളതെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഐശ്വര്യ റായി അണിഞ്ഞിരിക്കുന്ന വസ്ത്രങ്ങളെ പറ്റിയെല്ലാം വളരെ നീണ്ട ചർച്ചയാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. ആ ലുക്ക് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, എന്തൊരു തേജസ് ആണല്ലേ, വളരെ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആ വേദിയിൽ ഐശ്വര്യ റായ് വരുന്നത്. ഐശ്വര്യ റായുടെ മാത്രം വീഡിയോ കട്ട് ചെയ്തെടുത്ത് നെറ്റിസൺസ് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് തോന്നുന്നു അതിനെപ്പറ്റി? ആക്ച്വലി ഞാൻ ക്യാൻസിന്റെ ലുക്സ് ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ. ബേസിക് ഞാൻ അങ്ങനെ ഒരാളൊന്നും അല്ലെങ്കിലും ഈ ആളുകൾ ഒരുങ്ങി വരിക വെറൈറ്റി ഡ്രസ്സിങ് ആണ്. അപ്പോൾ ഇന്നിപ്പോൾ ഐശ്വര്യ റായ് വന്നപ്പോഴേ നമുക്ക് ഈ സ്ഥിരമായിട്ട് നമ്മൾ എന്തെങ്കിലും സ്ഥിരമായി സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് അപ്പോൾ തന്നെ ഐശ്വര്യ റായ് ഫസ്റ്റ് ന്യൂസ് വരുമ്പോൾ തന്നെ നമുക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ഞാൻ ആദ്യം ശ്രദ്ധിച്ചത് ആ സിന്ദൂരത്തിലേക്കാണ്. ഐശ്വര്യ റായ് അങ്ങനെ ഒരു സിന്ദൂരം തൊട്ട് ട്രഡീഷണൽ വെയറിലല്ല ഇത്രയും നാളുമൊന്നും വന്നുകൊണ്ടിരുന്നത്. അവർ മുന്നേ ഒരു സാരി ധരിച്ചിട്ടുണ്ട്. പല ഇന്ത്യൻ സെലിബ്രിറ്റീസും സാരി റെപ്രസെൻറ്റ് ചെയ്തതിലൊക്കെ സാരി ധരിച്ച് അവിടെ റെപ്രസെൻറ്റേഷൻസ് നടത്തിയിട്ടുമുണ്ട്. 28 years ഓഫ് ലോറിയൽ പാരീസിൻ്റെ അംബാസിഡറായിട്ടാണ് ക്യാൻ ഫിലിം ഫെസ്റ്റിവൽ ഐശ്വര്യ റായ് പോയിട്ടുള്ളത്. ഇവിടെ എന്താ ഇത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഓപ്പറേഷൻ സിന്ദൂർ നടന്നിട്ട് ഇന്നൊരു മാസമായി. ആഷിക്ക് പറഞ്ഞതുപോലെ തന്നെ രണ്ട് കാര്യമാണ്. ഒന്ന്, ഐശ്വര്യ റായ് ഇത് അറിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ ഉപരിയായി ഇത് കാണുമ്പോൾ കിട്ടുന്ന ഐക്യദാർഢ്യങ്ങൾ അങ്ങനെയാണ് വരിക. അപ്പോൾ രണ്ട് തരത്തിലാണ്. ഒന്ന്, ഐശ്വര്യ റായ് ഡിവോഴ്സ് ആകാൻ പോവുകയാണെന്ന തരത്തിലൊരു വാർത്തകളൊക്കെ വന്നിരുന്നു. അപ്പം സിന്ദൂരം അണിയുന്നൊരു സ്ത്രീ വിവാഹ ബന്ധത്തിൽ തുടരുകയാണെന്നുള്ള ഒരർത്ഥത്തിലും, രണ്ടാമതായി ഓപ്പറേഷൻ സിന്ദൂർ നിൽക്കുന്ന സമയത്ത് തന്നെ സിന്ദൂരത്തിന് പ്രൊജക്ഷൻ കിട്ടുക. അത് ഇന്ത്യ മുന്നോട്ട് വെച്ചൊരു സാധനം. സിന്ദൂരം ഒരാൾ സിന്ദൂരം തൊടാതിരിക്കുക, ഒന്നെങ്കിൽ വിവാഹിതയായിരിക്കരുത് അല്ലെങ്കിൽ വിധവയാവുന്നൊരു സ്ഥലത്താണ് സിന്ദൂരം തൊടാത്ത അവസ്ഥ വരിക. അപ്പം ഇന്ത്യയിലെ വിവാഹിതരായ സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞ പഹൽഗാം ഭീകരർ അല്ലെങ്കിൽ പാകിസ്ഥാൻ ഭീകരർക്ക് മറുപടിയായാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് നമ്മളുടെ ഇതുള്ളത്. അപ്പോൾ അതിന് ഐക്യദാർഢ്യമാണ് ഐശ്വര്യ റായ് ചെയ്തത് എന്ന തരത്തിൽ ഒരുപാട് കമൻറ്റുകൾ. അത് ഞാൻ പറഞ്ഞതല്ലേ, ഐവറി കളറിലുള്ള ബനാറസി കത്തുവ ബനാറസി ഹാൻഡ്ലൂം സാരിയാണ്, മനീഷ് മൽഹോത്രയാണ് ഡിസൈൻ ചെയ്തത്. ആ വസ്ത്രത്തിൽ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ലിറ്ററലി നിങ്ങൾ ആ ഡ്രസ്സിനേക്കാൾ മുന്നേ നോക്കുന്നത് ആ സിന്ദൂരത്തിലേക്കാണ്. അതിന് പ്രൊജക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഐശ്വര്യ അങ്ങനെ ക്യാനിലൊക്കെ ഇപ്രാവശ്യം ഉണ്ടെന്ന് പൊളിറ്റിക്സ് റെപ്രസെൻറ്റ് ചെയ്യാൻ പാടില്ല നിങ്ങൾ. കാര്യം ഇതിന് മുന്നേ ക്യാനിൽ അങ്ങനെ പൊളിറ്റിക്സ് റെപ്രസെൻറ്റ് ചെയ്ത് വയലേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ന്യൂഡിറ്റി പാടില്ല എന്നൊക്കെയുള്ള കുറച്ചധികം റൂൾസ് ഇത്തവണത്തെ ക്യാനിൻ്റെ ഫിലിം ഫെസ്റ്റിവലുണ്ട്. എന്നിട്ട് പോലും ഐശ്വര്യ റായ് ഇങ്ങനൊരു എഫേർട്ട് എടുത്തിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ഇപ്പം ഫാഷൻ ഇൻഫ്ലുവൻസേഴ്സ് ഈ ഐശ്വര്യ റായ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസുന്ദരിയാണല്ലേ, എത്രയോ വർഷങ്ങളായിട്ടൊരു എറ്റേണൽ എലഗൻസ് ഉള്ള ഒരാളാണ് അവർ. അപ്പോൾ അവർ ആ കഴിഞ്ഞ വർഷമൊക്കെ ഗൗണും അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് വെയർ ചെയ്തിരുന്നത്. അപ്പം ഷീ ഈസ് ബാക്ക് ടു ട്രഡീഷണൽ ഒരു ദേശീയ ലുക്കിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കങ്ങനെ ഒരു അസംഷൻ നടത്താൻ, അല്ലെങ്കിൽ ഐശ്വര്യ റായ് അത് തന്നെയാണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാലും തെറ്റില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അതെനിക്ക് തോന്നുന്നു ഇന്നിപ്പോൾ 22-ാം തീയതിയാണ്. ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി ഒരു പ്രസംഗം കൂടി അതിനോട് ചേർത്ത് വെച്ച് സോഷ്യൽ മീഡിയയിൽ എല്ലാം തരംഗമായി മാറുന്നുണ്ട്. 22-ാം തീയതി അദ്ദേഹം വന്ന് പറഞ്ഞത് 22 മിനിറ്റിനുള്ളിൽ നമ്മൾ ആ ഭീകര കേന്ദ്രങ്ങൾ തകർത്തു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വാർത്ത പ്രചരിക്കുന്നു, ഒപ്പം തന്നെ ഈ ഒരു ലുക്ക് വരുന്നു. എല്ലാം കൊണ്ടും അത് ലിങ്ക്ഡായി പോയതാണോ എന്നും നമുക്ക് വേണമെങ്കിൽ സംശയിക്കാം. കാരണം നെറ്റിസൻസ് വളരെ സൂക്ഷ്മമായിട്ടാണ് ഓരോ കാര്യങ്ങളും വിലയിരുത്തുന്നത്. അത് ആ കോസ്റ്റ്യൂം ആണെങ്കിലും ഗോസിപ്പ് ആണെങ്കിൽ പോലും അഷിക് അത് സംടൈംസ് ഇങ്ങനെ പറഞ്ഞ ഗോസിപ്സ് ഒക്കെ സത്യമാകാറുണ്ട്. എല്ലാം നല്ല ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ളത്. തീർച്ചയായും അതിനോട് ഇവര് പ്രതികരിക്കാറുമില്ല. അത് വേറൊരു കാര്യം. ഇത് ഇങ്ങനെ സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ ഓക്കെ, അത് അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന സെലിബ്രിറ്റീസും ഉണ്ട്. ഇവിടെ എന്താ സംഭവിച്ചെന്ന് നമുക്കറിയില്ല. എങ്കിൽ പോലും അത് വളരെ അർത്ഥവത്തായിട്ടാണ് അവിടെ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ വർഷം നമുക്ക് തോന്നുന്നു കനി കുസൃതി ഇതുപോലെ പ്രതീകാത്മകമായി തണ്ണിമത്തന്റെ ഷേപ്പിലുള്ള ബാഗ് കൊണ്ട് ഫലസ്തീൻ ഐക്യദാർഢ്യമായിട്ട് വന്നു. ഓരോ തവണയും ക്യാനിൽ ഓരോ ഇത് പ്രതീക്ഷിച്ചിരിക്കുന്ന ഓരോ അത്ഭുതങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ജനങ്ങൾക്ക് മുന്നിൽ വ്യത്യസ്ത രീതിയിൽ സെലിബ്രിറ്റീസ് അത് കൊണ്ടുവരുന്നു. അത് നെറ്റിസൺസ് വളരെ നല്ല രീതിയിൽ തന്നെ അതിനോട് അപ്രോച്ച് ചെയ്യുന്നു, അതിനെ വൈറലാക്കുന്നു എന്ന് വേണം പറയാൻ. മാത്രമല്ല എന്തൊക്കെ പറഞ്ഞാലും ഷീസ് എബവ് 50 അല്ലേ, തീർച്ചയായും 50 വയസ്സിന് മുകളിലുള്ള ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ വീട്ടിൽ കുത്തിരിക്കി നിങ്ങളെന്ന് പറയുന്ന ഒരു പ്രായമാണ്. ആ പ്രായത്തിൽ
ഇപ്പോഴും അവർ ഇന്ത്യയെ ഷീ ഈസ് റെപ്രസെൻറ്റിങ് ഇന്ത്യ ഡെഫിനറ്റ്ലി. അപ്പോൾ അങ്ങനെ ഒരു പൊസിഷനിൽ നിന്നിട്ട് ഒരു ദേശീയ ലുക്കിലേക്ക് തിരികെ വന്ന ഐശ്വര്യ. അവരുടെ ഫസ്റ്റ് ലുക്കാണ്. ഡെഫിനറ്റ്ലി സെക്കൻഡ് ആൻഡ് തേർഡ് ലുക്കൊക്കെ ഇനി വരാൻ കിടക്കുന്നതേ ഉള്ളൂ. പക്ഷെ ഫസ്റ്റ് കമ്മിങ് ഈ 2025 ഐശ്വര്യയുടെ ദ ബിഗ്ഗസ്റ്റ് സ്ക്രീനിങ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു ഇവൻറ്റിലേക്ക് അവർ വരുമ്പോൾ ഇന്ത്യയെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഔട്ട്ലുക്ക് തന്നെയാണ്. അത് ഓപ്പറേഷൻ സിന്ദൂറിനുള്ള ഐക്യദാർഢ്യമാണോ, പാകിസ്ഥാനെതിരെയുള്ള മറുപടിയാണോ, എന്ത് തന്നെയായാലും സൂപ്പർബ് എന്ന് മാത്രമേ പറയാം.